ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ ദുവാബിയും കൂടി നമ്മൾ സ്റ്റുഡിയോയിൽ പോവാണ്. ദുവാബീൻ്റെ കൂട്ടുകാരനുണ്ട് ബലൂൺ. ഇത് കിട്ടിയപ്പോൾ മുതൽ ഇതന്നെ കൈ ഉറക്കത്തിൽ ഊണില്ലോ. അപ്പോൾ കൈ ഹൈ ഹൈ സ്റ്റുഡിയോ പോവാ. ഇങ്ങോട്ട് പോകുന്നതിന് മുമ്പ് മീനിന് ഫുഡ് കൊടുക്കാന്ന് വിചാരിച്ചു. മീൻ നമ്മളെ കാണുമ്പോൾ തന്നെ അടുത്തടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ ഫുഡിന്. മഴയായതുകൊണ്ട് രണ്ടാളും അതിൻ്റെ ഉള്ളിൽ തന്നെ ഇല്ല കേട്ടോ. അങ്ങനെ ദുവാബീനെയും പേരടിയിൽ കയറ്റിട്ട് നമ്മ ഇങ്ങനെ നടന്നിട്ടുണ്ട്. ഓക്കിയുടെ തലിൻ്റെ മുകളിൽ കയറിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കയറ്റുന്നത്. പിന്നെ സ്റ്റുഡിയോയിലേക്കുള്ള വഴിയിലേക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ വലിയ സെറ്റപ്പ് ഒന്നുമില്ല, ചെറുമാതിരി ഒരു സ്റ്റുഡിയോ ആണ്. മുകളിൽ പടിയിലേക്ക് കയറുന്ന സമയത്ത് എൻ്റെ ചെരുപ്പ് പൊട്ടി കേസ്. ചെരുപ്പ് പൊട്ടി ഇനി പുതിയത് മേടിക്കണം. മഴയായതുകൊണ്ട് ഫുള്ള് ചളിപൊളിയായിട്ടാണുള്ളത് കേട്ടോ. സ്റ്റുഡിയോൻ്റെ വാതിൽ തുറന്ന് പഴയ പോലെ തന്നെ ഉണ്ട്, മാറ്റമൊന്നുമില്ല കേട്ടോ. അതേപോലെ തന്നെ സ്റ്റുഡിയോ എന്ന് അറിയാത്തവർക്ക് നമ്മളെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ആണ് കേട്ടോ. വന്നപാട് ഇന്നുവിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് 2-3 വർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ വന്ന്. അതിൻ്റെ ഇടയ്ക്ക് ഉപ്പാക്ക് പീടിയിൽ ചായ കൊണ്ട് എടുക്കാൻ പോയ ആളാണെന്ന് മുട്ടായി അടിച്ച് മാറ്റി വന്നിട്ടുണ്ട്. ദുവാക്ക് നമ്മൾ പാട്ടെല്ലാം പഠിപ്പിച്ചു കൊടുത്ത്. പിന്നെ ഓളം വഴാ നോക്ക്. പിന്നെ കീബോർഡ് മുമ്പിൽ കിട്ടിയെങ്കിൽ ചറപറ ഞെക്കിപ്പൊടി വരും. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പാട്ട് റെക്കോർഡാക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ. റെക്കോർഡിങ്ങും പാടുന്നതും എഴുതുന്നതെല്ലാം ഞാനായതുകൊണ്ട് തന്നെ എല്ലാ പരിപാടിയും ഞാൻ തന്നെ എടുക്കണം. പക്ഷെ എന്നെ ബൂത്തിൽ കണ്ടിട്ടാകുമ്പോൾ ദുവാബിൻ്റെ കണ്ണിങ്ങനെ നിറയാൻ തുടങ്ങിയിട്ടാ. എന്തുണ്ടാന്ന് നമ്മൾ കരയുന്നറിയില്ല. എൻ്റെ ഈ ഡാൻസ് ഉണ്ടാകുന്നതെന്ന് അറിയില്ല കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ആളിങ്ങനെ വിങ്ങി പൊട്ടുന്നുണ്ട്. സംഭവം എന്ത് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. ഞാൻ ബൂത്തിൽ കയറുന്ന സമയത്ത് ആളിങ്ങനെ കരയുന്നുണ്ട്. പിന്നെ എൻ്റെ പാട്ട് കേട്ടിട്ടോ എന്നൊക്കെ ഡൗട്ട് ഉണ്ട്. ഇതാ കണ്ണെന്നെല്ലാം നിറച്ചും വെള്ളം വന്നിട്ടുണ്ട്. പറയാൻ പറ്റില്ല, ചിലപ്പോൾ എൻ്റെ പാട്ട് കേട്ടിട്ട് കയറേണ്ടത് തന്നെ ആയിരിക്കണം. പിന്നെ ഞാൻ ഓളെ എടുത്തിട്ടാകുമ്പോൾ ഓക്ക് സെറ്റായി. ഓക്ക് സങ്കടം വന്നാൽ അപ്പോൾ ഓളെ എടുത്തോളണം. പിന്നെ ഇവിടുത്തെ ടിഷ്യൂ ബോക്സിൻ്റെ കാര്യത്തിലുള്ള ഒരു തീരുമാനം ആക്കിയിട്ടുണ്ട്. കാരണം എല്ലാം എടുത്തിട്ട് ഇതിന് തിന്നോ അതിന് ബുദ്ധിയോ ഒന്നും അറിയില്ല. പിന്നെ പാട്ടെല്ലാം പാടിയിട്ട് അത് മിക്സ് ചെയ്യുന്ന സമയത്ത് വളരെ ഡാൻസ് ഉണ്ട് കേട്ടോ. പാട്ട് കേട്ടാൽ അപ്പം ഡാൻസാണ്. ആ ഡാൻസും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആദ്യം മടിയിലിരുത്തിയിട്ടുണ്ട്. മടിയിലിരുത്തുമ്പോൾ കോൾക്ക് അടുത്ത മൈക്ക് വലിക്കണം. മൈക്ക് വലിച്ചിട്ട് ഹലോ നാക്കുന്നുണ്ടോ. നമ്മൾ ഹലോ എന്ന് പറയുമ്പോൾ നമ്മൾ കോൾ ഫോൺ വിചാരിച്ചിട്ടാണ് ഹലോ നാക്കുന്നത്. ഹലോ എന്ന് പറഞ്ഞാൽ ഒക്കെ ഫോണാണ്. അതിൽ മൈക്കിൽ ഹലോ എന്നൊന്നുമില്ല. ഫെമീൻ്റെ പാട്ട് കേട്ടിട്ടൊന്നും അറിയില്ല. അത് സങ്കടവും വരുന്നുണ്ട്, സന്തോഷം വരുന്നുണ്ട്. എന്തെങ്കിലും സംഭവം കഥയൊന്നും അറിയുന്നില്ല കേട്ടോ. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഫുള്ള് ഡാൻസും കൂത്തും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയി. അപ്പോൾ ഉപ്പാൻ്റെ സ്കൂട്ടി എടുത്തിട്ടാണ് പോയത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.